ജനഹിതം അഗ്രോ സ്റ്റോറിയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു കിടിലൻ ഗാർഡനാണ്. തൃശ്ശൂർ തുമ്പരശ്ശേരിയിലെ പോൺസി ചേച്ചിയാണ് നമ്മുടെ കൂടെയുള്ളത്. ഇവരുടെ പുറകിൽ കാണുന്ന ഗാർഡൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു റെഡ് പ്ലാന്റ് ആണ്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ശരിക്കും ഈ ഒരു പ്ലാന്റ് എവിടെ നിന്നാണ് കിട്ടിയത്? എനിക്ക് അടുത്തുള്ളൊരു ചേച്ചി തന്നതാണ്, ഏലൊക്കത്തെ ചേച്ചി തന്നതാണ്. ആൾ നടാൻ കൊണ്ടുവന്നപ്പോൾ ആൾ തന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് നട്ട് പിടിപ്പിച്ചാണ് ഇത്രയാക്കിയത്. പിന്നെ നമുക്കിപ്പോൾ ഇത് സെയിലുണ്ട്. അപ്പോൾ ഇത്രയും നല്ല ഭംഗിയിൽ നിർത്താൻ പറ്റിയത്. ഇതൊരു നിൽക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഗാർഡന് തന്നെ കളർഫുള്ളാണ്, പോസിറ്റീവാണ്. ഇത് ഗാർഡനിൽ പോയി കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജി പോലെയാണ് തോന്നുന്നത്. നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു ഭംഗി തോന്നണില്ല. അപ്പോൾ അങ്ങനെ കിട്ടി നമ്മളിപ്പോൾ ഇത്രയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളിതിപ്പോൾ 6-7 വർഷമായിട്ട് ഉള്ള പ്ലാന്റാണ്. നമ്മൾ ഓരോ കൊല്ലം ചെല്ലുന്തോറും റീപ്ലാന്റ് ചെയ്തെടുക്കും. ഇപ്പോൾ നമ്മൾ ബോർഡർ പ്ലാന്റ് ആയിട്ട് പോലെയാണ് കൊടുത്തേക്കണത്. അപ്പോൾ ഈ യെല്ലോ കോമ്പിനേഷൻ വരുമ്പോഴാണ് ഈ പ്ലാന്റിന് നല്ല കളർ കിട്ടണത് കേട്ടോ. നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. പിന്നെ നമ്മളിത് ഒരേ ഹൈറ്റിനനുസരിച്ച് വെട്ടി നിർത്തണതാണ് കേട്ടോ. ഇങ്ങനെ ഭംഗിയിൽ നിൽക്കണത് നമ്മൾ ഓരോ തട്ടായിട്ട് വെട്ടി നിർത്തിയാക്കണതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഭംഗിയിൽ നിൽക്കണത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ സെയിലിനായിട്ടുള്ള പ്ലാന്റ് കേട്ടോ. ഈ പ്ലാന്റാണ് മെയിനായിട്ട് നമ്മൾ കൊടുക്കണത്. അപ്പോൾ ഇത് കൊറിയർ അയച്ച് കൊടുക്കുകയാണ്. DTDC വഴിയായിട്ട് നമ്മൾ കൊറിയർ അയച്ച് കൊടുക്കും. അത് തൈകളാണ്, 10 തൈയായിട്ടാണ് നമ്മൾ കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഇതിന് മെയിൻ്റെനൻസ് കുറവാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ബോർഡറായിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. വെറുതെ ഒരു കമ്പൊടിച്ച് കുത്തി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കോളും. അപ്പോൾ ഇതിൻ്റെ മണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ മണ്ണിൽ നമ്മുടെ വീട്ടിലുള്ള മണ്ണിൽ തന്നെ വെറുതെ കൊത്തി ഇളക്കി നട്ട് കൊടുത്താൽ മതി. അത് അതിനകത്ത് പ്രത്യേകിച്ച് വളങ്ങളും കാര്യങ്ങളും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രം നമുക്ക് വളങ്ങൾ ചേർക്കേണ്ട കാര്യമുള്ളൂ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്ന്, അതായത് നമ്മുടെ കൊത്തി ഇളക്കി ഇങ്ങനെ കമ്പുകൾ നട്ട് കൊടുത്താൽ മതി. പിന്നെ മഴക്കാലത്താണ് ഇത് നന്നായിട്ട് പിടിച്ച് കിട്ടുക. വേനൽക്കാലത്ത് കുറച്ച് പാടാണ്. കമ്പുകൾ നടണതുകൊണ്ട് നല്ല ചൂടാവുമ്പോൾ നമുക്ക് പിടിച്ച് കിട്ടാൻ പാടാണ്. അപ്പോൾ മഴക്കാലത്താവുമ്പോൾ വേഗം കമ്പുകൾ പിടിച്ച് കിട്ടും. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് വലിയ ബോർഡർ പോലെ പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഇത്രയും പോകുന്ന ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചാണ് ഒടിക്കേണ്ടത്. ഇവിടെ വെച്ച് കട്ട് ചെയ്യരുത്. ഈ ഭാഗത്ത്, ഈ 2 ഇലയുടെ ഭാഗത്ത് വന്നേക്കണ ഈ മുട്ടിൽ വെച്ചാണ് കട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഒടിച്ചെടുക്കേണ്ടത് കേട്ടോ. ഈ ഭാഗം ഒടിച്ച് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചീത്തയായി പോകും, ചെടി പിടിച്ച് കിട്ടില്ല. നമ്മൾ ഈ മുട്ടിൽ വെച്ച് ഒടിച്ചെടുത്തിട്ട് നടയണമെന്നുണ്ടെങ്കിൽ വേഗം വേര് പിടിച്ച് കിട്ടും കേട്ടോ. അങ്ങനെയാണ് ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ ചെയ്തേക്കണത് കേട്ടോ. നമ്മൾ വെറുതെ ഇങ്ങനെ മണ്ണൊന്ന് കൊത്തി ഇളക്കിയിട്ട് അങ്ങനെ വെറുതെ നട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് തന്നെ പിടിച്ച് കിട്ടിക്കോളും. ഇപ്പം ഈ വീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 എണ്ണം ഇങ്ങനെ അടുപ്പിച്ച് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ വലുതായി വരുമ്പോൾ നല്ല തിക്കായിട്ട് നിൽക്കും. പിന്നെ നമുക്ക് എന്തോരം ഹൈറ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹൈറ്റിനനുസരിച്ച് നിർത്താൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും ഹൈറ്റ് മതി എന്നുണ്ടെങ്കിൽ പിന്നെ വലുതായി വരുന്ന ഹൈറ്റ് നമുക്കിതിങ്ങനെ ഒടിച്ച് കളഞ്ഞിട്ട് അതും ഇങ്ങനെ നട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മളിതിന് വളങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ചെയ്യുന്നത് കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിക്കുകയാണ് ചെയ്യണത്. അതായത് ഒരാഴ്ച ശർക്കരയും കപ്പലണ്ടി പിണ്ണാക്കും കൂടി മിക്സ് ചെയ്ത് വെക്കും ഒരാഴ്ച. എന്നിട്ട് അത് ഡൈല്യൂട്ട് ചെയ്ത് ആ വെള്ളമാണ് ഞാൻ ഈ ചെടികൾക്കൊക്കെ ഒഴിക്കണത് കേട്ടോ. മെയിനായിട്ടുള്ള വളം അതാണ് നമ്മൾ ചെയ്യണത്. പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. ഉണക്ക ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇലച്ചെടി ആയതുകൊണ്ട് തന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് കേട്ടോ. ഇതൊരു ചീര ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ. കാരണം ഇതിന് തണ്ടിന് കട്ടി കുറവാണ്. പിന്നെ ഇത് ഈ കളറുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മളെല്ലാവരുടെയും കോമൺ ആയിട്ട് കാണുന്ന ഒരു കളറാണ്. പക്ഷേ അതിലും വെറൈറ്റി കളറുള്ള ചെടിയാണ് നമ്മുടെ ഉള്ളത് കേട്ടോ. ഇത് നമ്മൾ കറി വയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് അല്ല ഈ പ്ലാന്റ്, ഇത് വ്യത്യാസമുണ്ട്. ഇതിന് കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇത് ഇതിൽ ഈ പ്ലാന്റ് നടുമ്പോൾ, ഈ റെഡ് പ്ലാന്റ് നടുമ്പോൾ ഇതിൽ കളർ ചേഞ്ച് ആയിട്ട് ഇത് വന്ന് കയറാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് മാത്രമായിട്ട് നിൽക്കും കേട്ടോ.
അപ്പോൾ ഇത് നമ്മുടെ ഗാർഡനിലുള്ള ഒരു വെറൈറ്റി ചെടിയാണ് കേട്ടോ, അഡീനിയം. ഒരു പെണ്ണിൻ്റെ രൂപത്തിൽ ഇങ്ങനെ നാണം മറിച്ച് നിൽക്കുന്ന ഒരു രീതിയിലുള്ള പ്ലാന്റാണ്. ഇങ്ങനത്തെ ഒരു കുറച്ച് പ്ലാന്റ് ഉണ്ട്. പിന്നെ വേറെ ബിഗോണിയ, അഗ്ലോണിമ അങ്ങനത്തെ പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിൽ വേറെ ഉള്ളത് കേട്ടോ. മെയിനായിട്ട് നമ്മുടെ കയ്യിൽ റെഡ് പ്ലാന്റ് ആണ് കൂടുതലുള്ളത്. ഈ റെഡ് പ്ലാന്റ് എന്താണെന്നും എങ്ങനെയാണ് അത് നടേണ്ടത് എന്നൊക്കെ ഇപ്പം നമുക്ക് പോൺസി ചേച്ചി വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്ലാന്റ് ഈ മഞ്ഞ നിറമുള്ള ചെടികളുടെ കൂടെ അതുപോലെ തന്നെ മറ്റ് ചെടികളുടെ കൂടെ ആ ഒരു കോമ്പിനേഷനിൽ വളർത്തിയിരിക്കുന്ന രീതിയാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചെടി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ തൃശ്ശൂർ തുമ്പലശ്ശേരിയിൽ വന്ന് പോൺസി ചേച്ചിനെ അന്വേഷിച്ചാൽ മതി. ഇവിടെ വന്ന് ചെടി ഇവർ സെയിലുണ്ട്, ഇത് വാങ്ങാൻ സാധിക്കും. എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.